ഹായ് മക്കളെ, മൂസിൻ സാറാണ്. നമ്മുടെ ഓണം എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമായിരിക്കും സ്കൂളുകളിൽ. അത് പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നുള്ളതും പാരൻസ് മീറ്റിംഗ് ഒക്കെ പെട്ടെന്ന് നടത്തണം എന്നുള്ളതൊക്കെ ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, അവരുടെ മാർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എക്സാമിൻ്റെ ഒപ്പീനിയൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്നതാണ്. കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ കമൻറ്റ് എക്സാം ടഫായിരുന്നു എന്നുള്ളത് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മൾ എക്സാം പാറ്റേണിലുള്ള വലിയ മാറ്റമാണ്. അപ്പോൾ ആ ഒരു എക്സാം പാറ്റേൺ ചേഞ്ച് നമ്മളെ ഇനിയുള്ള എക്സാമിലും അതിൻ്റെ മാർക്കിലും ബാധിക്കാൻ പാടില്ല. ഈ എക്സാം പേപ്പർ കിട്ടിയ സമയത്ത് എൻ്റെ മക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം കൃത്യമായി എക്സാം പേപ്പർ അനലൈസ് ചെയ്യുക. ഏതിലൊക്കെയാണ് നമ്മൾ മാർക്ക് മിസ്റ്റേക്ക് വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, നിങ്ങൾ ചില ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് എഴുതി ഇതിന് ഫുൾ മാർക്ക് എനിക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ച് ആൻസർ പേപ്പർ കിട്ടുന്ന സമയത്ത് നോക്കുമ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അതിന് ഫുൾ മാർക്ക് 5 മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് 4 മാർക്കോ 3 മാർക്കൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആ മിസ്റ്റേക്കിൽ ആ ചെറിയ മാർക്കിലെ മാറ്റം വലിയ ഡിഫറൻസ് നമ്മൾ ഫൈനൽ മാർക്കിലേക്ക് വന്നിട്ടുണ്ടാകും. ഇത് ഇനി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും വെച്ചിട്ട് അനലൈസ് ചെയ്യുക. നമ്മൾ ആൻസർ പേപ്പർ കിട്ടിയ ഉടനെ ആ ആൻസർ പേപ്പർ ഇത്ര മാർക്കുള്ള എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, അത് ഒഴിവാക്കരുത്. കാരണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരുപാട് നമുക്കില്ല. കാരണം പുതിയ പാറ്റേൺ ആണ്, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്, പുതിയ ടോപ്പിക്സ് ആണ്. സോ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീയും വെച്ചിട്ട് നമ്മൾ എവിടേക്കാണ് മിസ്റ്റേക്ക് വരുത്തിയതെന്ന് കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യാം. ഇതേ എക്സാം ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇനി അടുത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാമുകളും ഉണ്ടായിരിക്കുക. അപ്പോഴും എക്സാം പാറ്റേൺ ചേഞ്ച് ആയതുകൊണ്ട് എക്സാം ടഫായിരുന്നു, അതുകൊണ്ട് എക്സാമിലെ മാർക്ക് കുറഞ്ഞു സർ എന്ന് പറയാൻ പാടില്ല. നമ്മൾ ഫൈനൽ എക്സാമുകളും നമ്മുടെ മോഡൽ എക്സാമുകളും എല്ലാ എക്സാമുകളും ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് ഇതേ ക്വസ്റ്റ്യൻ പാറ്റേണിലൂടെയാണ്. നമുക്കൊരിക്കലും ഒരു ടോപ്പിക്കിൽ നിന്ന് പുറമെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറമെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല. നിങ്ങൾ വായിക്കുന്ന ടൈം ഒന്നുകൂടെ കൂട്ടേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഓണം എക്സാം കഴിഞ്ഞ് അടുത്ത ക്രിസ്മസ് എക്സാം വരുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർട്സ്, സ്പോർട്സ്, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ സ്കൂളുകളിൽ എൻജോയ് ചെയ്ത് നിങ്ങൾ നടക്കുന്ന സമയമാണ്. വരുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു വീക്ക് മുന്നേ ഒക്കെ പഠിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റൂല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ മിസ്സാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ആർട്സ്, സ്പോർട്സ് കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായി ക്ലാസ്സുകളും നോട്ട്സും അതിൻ്റെ കൂടെ തന്നെ കൺട്രോൾ ചെയ്ത് പോവുക. ഡെയിലി നന്നായിട്ട് കോൺസെപ്റ്റുകൾ വായിക്കുക, കോൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടൂല. ഓരോ കോൺസെപ്റ്റും മാത്സിൽ അറിയാം, കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് നമ്മുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ച്. 10ാം ക്ലാസ്സുകാർക്ക് ലക്ഷ്യ ബാച്ച് ഉണ്ട്, 9ാം ക്ലാസ്സുകാർക്ക് ആൽഫ ബാച്ച് ഉണ്ട്. ഈ ബാച്ചുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ്സുകളായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് കാണാം. എക്സ്ട്രാ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് ക്ലാസ് മിസ്സായാലും എന്ത് ചെയ്യാം, ഫ്രീ ക്ലാസ്സിൽ, സ്കൂളുകളിലെ ക്ലാസ് മിസ്സായാലും ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് കോൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കാം. കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ സാധിക്കുക. സോ എല്ലാവരും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വേഗം വിളിച്ച് കോൺടാക്ട് ചെയ്യുക. സോ നിങ്ങൾ ഈ എക്സാം എങ്ങനെയാണോ, എത്രത്തോളം നിങ്ങൾ എഴുതിയോ അതിൻ്റെ ഒരു പടി മേലേക്കുള്ള മാർക്കല്ലാതെ നിങ്ങൾക്ക് അടുത്ത എക്സാമിൽ കിട്ടാൻ പാടില്ല. എൻ്റെ മക്കൾ എല്ലാവരും കോൺസെപ്റ്റുകൾ കൃത്യമായി പഠിക്കുക. അടുത്ത ക്രിസ്മസ് എക്സാമും അടുത്ത മോഡൽ എക്സാമും ഫൈനൽ എക്സാമും നമുക്ക് പൊളിച്ചെടുക്കാം. അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.